താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ഇങ്ങനൊരു ഭാഗ്യം കർത്താവ് നൽകിയതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ഓരോ അവസരങ്ങളും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന സമയം അത് മറ്റ് എത്രയോ ദിവസങ്ങളെക്കാൾ വർഷങ്ങളെക്കാൾ വിലയേറിയതാണെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ പുതിയ മാസത്തിൽ ആരംഭ ദിവസത്തിൽ തന്നെ നമുക്ക് കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് കയറി വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകാല കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ നേരിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ പരിചയമില്ല. ഫോണിലൂടെ ഞങ്ങൾക്ക് ഈ മീറ്റിങ്ങിനുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞു. എനിവേ അരവിന്ദ് പാസ്റ്ററിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെ പറയുവാനിടയായി തീർന്നു. വളരെ ശക്തമേറിയ ഒരു ചലനം ഈ പട്ടണത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് അയക്കുന്നു. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ് ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേക കർത്താവിൻ്റെ ദാസൻ, ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ, കൂടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ, ഇന്ന് വളരെ ആഗ്രഹത്തോടെ കടന്നു വന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ നൽകുന്നു. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ഇന്ന് ഒരുമിച്ച് ഞങ്ങൾ ചിലയിടങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തിരിവുകൾ സംഭവിക്കുന്നുണ്ട്. വലിയ തിരിവുകൾ കാണാനിടയാകുന്നുണ്ട്. അതുകൊണ്ടൊരു വലിയ നിയോഗത്തോടെയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. എൻ്റെ സഹോദരിയുടെ ഭവനം ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങളിങ്ങനെ വന്നു. സമയങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ഈ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കി. അതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ വലിയ ശക്തമേറിയ ആത്മഫലങ്ങൾ തുറന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നും കർത്താവ് ഒട്ടും കുറയാതെ അടുത്തൊരു മേഘം നിങ്ങളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വെക്കും. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ മിനിസ്ട്രിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം, ഈ പോകുന്ന ചർച്ചകളിലൊക്കെ വലിയ ചില മാസങ്ങൾക്ക് ശേഷം ഭയങ്കരമായ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട്. സ്തോത്രം. അങ്ങനെ ഒരു അനോയിൻറ്റിങ് കർത്താവ് എൻ്റെ മേലിട്ടിട്ടുണ്ട്. ഓരോ അഭിഷക്തന്മാരുടെ മുകളിലും ഓരോ ആത്മഫലങ്ങളാണ് അവരുടെ മുകളിൽ കർത്താവ് ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അധികം സമയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അഭിഷക്തനെ എന്തോ ഈ പട്ടണത്തിൻ്റെ അകത്ത് സ്വന്തമായി ദൈവം ഒരുക്കുന്നുണ്ട്. സ്വന്തമായ ചില ക്രമീകരണങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ എന്തോ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തിൻ്റെ അകത്ത്, അത് ഞാനിവിടെ ഇരുന്നപ്പോൾ എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, മറഞ്ഞു കിടക്കുകയാണ്, പക്ഷെ അത് മറ നീക്കി ദൈവം വെളിപ്പെടുത്തും. അതിൻ്റെ ടൈമിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. ഇതൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ കർത്താവ്, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ അല്പസമയം ഒരു വെളുപ്പിനെ ഞങ്ങൾ ലേറ്റായിട്ടാണ് കിടന്നത്, പക്ഷേ എങ്കിലും കുറച്ച് സമയങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു ദൂത്, ഈ വർഷത്തിൽ, അതായത് 2025 തീരുന്നതിന് മുൻപ് ഈ പട്ടണത്തിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ചില സഭകൾക്കകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പരിശുദ്ധാത്മാവ് ഈ സഭയെ ദൈവം അങ്ങനെ ഒന്ന് തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെറിയ ദൂതല്ല, അത് വലിയ ദൂതാണ്. അങ്ങനത്തെ ഒരു ദർശനമാണ് കർത്താവിൻ്റെ ദാസനും അവരുടെ ടീമിനും ദൈവം കൊടുത്തിരിക്കുന്നത്. അതോടുകൂടെ ഇവിടെ കടന്നു ഓരോ മക്കളും ആ ദർശനത്തോടു കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയും, ഈ പട്ടണത്തിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. എന്നോടുകൂടി ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചോ, ശബ്ദം ഉയർത്തിയോ, ആ ദൂതിനോട് നാമേം പറഞ്ഞ് ഈ പട്ടണത്തിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ ഈ 2025 തീരുന്നതിന് മുൻപ് എന്തോ ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയപ്പെടുന്ന ഒരു സഭയായി, ഒരു ലീഡർഷിപ്പായി പരിശുദ്ധാത്മാവ് ഇതിനെ മാറ്റാൻ പോകുന്നു. ഇതൊരു പ്രവചനമാണ്. വിശ്വസിക്കുന്നവർ സഭ ഒരുമിച്ച് അതിനെ കരമടിച്ചു സ്വീകരിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇരയെ കാണുന്ന ഒരു സിംഹത്തെ പോലെ ഈ ദൂതിനെ ചാടി പിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, സാധാരണ പറവകൾ പറക്കുന്ന പോലെയല്ല, ഒരു കഴുകനെ
പോലെ അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പറത്തുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് അനോയിന്റിംഗ്, നെക്സ്റ്റ് ലെവൽ ഓഫ് റലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തുറക്കുന്നു. പ്രവചിക്കുന്നു. അത് തുറക്കുന്ന ദിവസങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് അങ്ങനെ പറഞ്ഞു, ദേശങ്ങൾ അറിയുന്ന നിലവാരത്തിലേക്ക് എൻ്റെ പേരിനെ. ഒരു സഭയെ അറിയുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമല്ല. അതിൻ്റെ അകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കും. ഇതിൻ്റെ നമ്പറുകൾ വർദ്ധിക്കുമെന്ന് കർത്താവിനോട് പറഞ്ഞു. നമ്പറുകൾ വർദ്ധിക്കും. ഈ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ് ഭയങ്കരമായ നിലയിൽ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ് എണ്ണം വർദ്ധിക്കാൻ പോവുകയാണെന്ന് പറയും. എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യും, യാതൊരു സംശയവും ഇല്ല. എനിവേ, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൂത് കേട്ടു പോകുക മാത്രമല്ല, ഞങ്ങൾ കർത്താവിടെ അയച്ചതിൻ്റെ പിന്നിൽ ഒരു ശക്തമേറിയൊരു ആത്മതലത്തെ ഈ സഭയുടെ മുകളിൽ തുറക്കുവാൻ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങനെ കാണുന്ന ഒരു സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ കോട്ടയം ചിങ്ങവനം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ സഭയൊക്കെ. ചുരുക്കം ടൈം കൊണ്ടൊരു അസാധാരണ മൂവിൻ്റെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കയറ്റി. ഒത്തിരി ആളുകൾ, ഞങ്ങളിപ്പോൾ 2ാമത്തെ ഹോള് മേടിച്ചു, അതും ഓവർഫ്ലോ ആണ്. ഇപ്പം ലാൻഡ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് ദൈവം ഇട്ടിരിക്കുന്ന, പലരുടെയും മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രത്യേകതകളാണ്. അന്നേരം അങ്ങനെയുള്ള പല സഭകളിലും ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്കകത്ത് വന്ന ജനത്തിൻ്റെ ഭയങ്കര 3-4 മടങ്ങ് ആളുകൾ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളും അത് നിശ്ചയമായിട്ടും കാണാൻ പോവുകയാണ്. ഈ ദേശങ്ങളുടെ ബെൽറ്റുകൾ പൊട്ടും. ചില ദേശങ്ങളുടെ ബെൽറ്റുകളെ പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് ആത്മാക്കളെ നിങ്ങളിലേക്ക് ഒഴുക്കി തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് കൊടത്തിക്കോരുന്ന സീസൺ അല്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ പോവുകയാണ്. ഇത് കുടത്തിൽ കോരുന്ന സീസൺ അല്ല. ജീവജല നദികൾ ഒഴുകത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്ക് ഈ പട്ടണം കാണാൻ പോവുകയാണ്. ചേർന്നൊന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് അത് വേഗത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മാർച്ച് മാസത്തിൽ കർത്താവിനോട് ഇടപെട്ട ഒരു വചനം അതൊന്ന് വായിച്ച് ഞാൻ ആ ദൂതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ അകത്ത് 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ച് മാത്രം ഞാൻ എൻ്റെ ദൂതിലേക്ക് പോകും. പക്ഷേ എന്നോടും ഈ മാസത്തിൽ ദൈവം ഞങ്ങളോട് സംസാരിച്ചൊരു, ഇവിടെ വായിക്കാൻ കർത്താവിനോട് വീണ്ടും പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് വായിക്കുകയാണ്. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവീൻ. ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഓ ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അവിടെ വചനം പറയുന്നു, നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യും, അത് വിവരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണെന്ന്. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ മാർച്ച് 1-ാം തീയതി മുതൽ നിന്റെ സീസൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ്. ആ പ്രവർത്തികൾ ഒന്ന് വിവരിച്ച് കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് പോലെ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. മാർച്ച് 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയുള്ള ചില കാര്യങ്ങൾ. എന്നോടുകൂടി ഇത് സമ്മതിക്കുന്നവരുണ്ടെങ്കിൽ
Come on, hallelujah. ഈ സഭയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഇതിനകത്തെ തലമുറകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഇതിനകത്തെ ശുശ്രൂഷകന്മാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അതിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ആ ദൂതനെ ഒന്ന് സ്വീകരിച്ചു. അത് നിന്റെ കാലത്തിൽ കർത്താവ് ചെയ്യും. നിന്റെ സീസണിൽ കർത്താവ് ചെയ്യും. നിന്റെ സീസണിൽ കർത്താവ് അത് ചെയ്യും. അത് നിന്റെ സീസണിൽ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ് എൻ്റെ കാലത്ത് അത് ചെയ്യുമെന്ന് പറ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റാത്തത് ചെയ്യും. അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റാത്തത് നടക്കാൻ പോകുന്നത് അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേ. ഹല്ലേലൂയ. കർത്താവ് ചിലത് ചെയ്യും കേട്ടോ. ആമേൻ. കർത്താവിനെ ഏൽപ്പിച്ച ഒരു ദൂതിലേക്ക് പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. കർത്താവ് പ്രാർത്ഥനയ്ക്കകത്ത് എന്നോട് ഇടപെട്ട ഒരു ദൂതാണ് ഈ സഭയോട് കൈമാറുവാൻ. ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്. ഒന്നൊന്ന് ചേർന്നൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചേർന്ന് വായിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 11-ാമത്തെ വാക്യം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ സ്തോത്രം. കർത്താവിനോട് സംസാരിച്ചൊരു കാര്യം, സാധാരണമായിട്ടുള്ളതല്ല, അസാധാരണമായിട്ടുള്ള ചിലത് നടക്കാൻ പോവുക. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്കറിയാം 19-ാം അധ്യായം വായിക്കുമ്പോൾ ധന്യനായ പൗലോസ് ശ്ലീഹ എഫെസോസിൽ വീണ്ടും തൻ്റെ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ അവിടെ എത്തുകയും ആ പട്ടണത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തെ ആ അഭിഷേകത്തിലൂടെ കർത്താവ് അവിടെ തുറക്കുകയാണ്. ഇന്നലകളിൽ കാലുകുത്തിയ പലർക്കും തുറക്കാൻ പറ്റാത്ത ചില ആത്മതലങ്ങളെ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഞാനൊരു കാര്യം തുറന്ന് പറയാം. ഓരോ പട്ടണങ്ങളെ പിടിക്കുവാൻ ഓരോ സ്പിരിച്വൽ താക്കോലുകൾ ദൈവത്തിനുണ്ട്. ആമേൻ. ഓരോ ദേശങ്ങളെ പിടിക്കുവാൻ ദൈവത്തിന് ആ പട്ടണത്തെക്കുറിച്ചുള്ള ആ പട്ടണവുമായി ബന്ധപ്പെട്ടുള്ള അതിനെ തുറക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയ താക്കോലുകളുണ്ട്. ആ റൈറ്റായിട്ടുള്ള കീ നമ്മുടെ കരത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പട്ടണത്തിൻ്റെ അകത്ത് സഭ അസാധാരണമായ നിലവാരത്തിൽ വളരത്തുള്ളൂ. ഒന്നാമേം പറയാൻ പറ്റുമോ? നമുക്ക് മുന്നോട്ട് ഈ വചനമൊക്കെ വായിച്ചു വരുമ്പോൾ ഒത്തിരി ദൈവശക്തിയൊക്കെ വരും നമ്മുടെ മേലെ. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചുമ്മാ ഒരു ദൂത് കേട്ടു പോവുമല്ല. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഇവിടെ കടന്നു വന്ന ഓരോ മക്കളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങളിവിടെ കയറിയതും ഇന്നത്തെ ദിവസം ഓർത്ത് വെക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അന്നേരം ഓരോ ദേശങ്ങളെ, ഓരോ പട്ടണങ്ങളെ ഒരു അസാധാരണമായ നിലവാരത്തിൽ ഒരു ദൈവിക ചലനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ പട്ടണത്തെ പിടിക്കുവാൻ ഒരു കീ ഉണ്ട്. ആ കീ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ നിലവാരത്തിൽ നമുക്ക് ആ പട്ടണത്തിൽ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പലരും കയറി പരാജയപ്പെട്ടെടുത്ത് ദൈവിക പദ്ധതിക്കകത്ത് ഒരു അഭിഷക്തൻ കയറി നിൽക്കുമ്പോൾ, പലരും കയറി പരാജയപ്പെട്ടെടുത്ത് ദൈവം നിന്നെ കയറ്റി നിർത്തിയതിൻ്റെ പിന്നിൽ നീ ഈ കീ ഒന്ന് മനസ്സിലാക്കിയാൽ പരാജയപ്പെട്ടു പോയവരുടെ നടുവിലല്ല, അവരുടെ അകത്ത് ദൈവം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ
ഞാൻ ഇങ്ങനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ചിലർ തോറ്റുപോയിടത്ത് ദൈവം നിന്നെ വളർത്താൻ പോകുന്നു. ചിലർ തോറ്റുപോയിടത്ത് ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നു. ചിലർ പരാജയപ്പെട്ടു പോയിടത്ത് ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ചിലർ തല കുനിച്ചെടുത്ത് നിന്റെ തലയെ ദൈവം ഉയർത്താൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, അങ്ങനെയുള്ള കീ പരിശുദ്ധാത്മാവ് ഈ പകൽ ചിലരുടെ മുകളിൽ റിലീസ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചു. അങ്ങനെയുള്ള ചില താക്കോലുകൾ ഇതിനകത്ത് ഇപ്പോൾ റിലീസ് ആകുന്നു. അതിനെ ഒന്ന് കരം അടിച്ച് സ്വീകരിച്ചു. ഈ പട്ടണത്തെ തിരിക്കാനുള്ള കീ, ഈ ദേശത്തെ പിടിക്കാനുള്ള കീ, ഒന്ന് കയറി പറയാം, ഈ ദേശത്തിന്റെ റിവൈവലിന്റെ കീ നിന്റെ കരത്തിൽ പരിശുദ്ധ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഏലിയാവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർക്കാർക്കും പിടികിട്ടാത്തൊരു കീ എലീശ പിടിച്ചതുപോലെ ഇന്ന് പകൽ വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ മറ്റാർക്കും കൊടുക്കാത്തൊരു കീ നിന്റെ കരത്തിൽ പരിശുദ്ധാത്മാവ്. നീ തുറന്നു കേറും. Thank you, Holy Spirit. വിശ്വസിക്കുന്ന ഒരു നാമയം പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, ആർക്കും കിട്ടാത്ത ചില കീ. ഈ കീ നമ്മുടെ കരത്തിലില്ലെങ്കിൽ നമുക്കൊരു സാധാരണ മിനിസ്ട്രി ചെയ്ത് പോകാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ ദേശങ്ങളിൽ ഒരുപാട് ചർച്ചസുകളുണ്ട്. പക്ഷേ ഇതിവിടെ ഇന്ന് ഈ ദൂത് തുറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. വേറെ എന്തോ ഒരു കളർ ഇവിടെ അടിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് കിട്ടിയാൽ നമ്മുടെ മിനിസ്ട്രി ഭയങ്കര അനുഗ്രഹിക്കപ്പെടും. അത് കിട്ടിയാൽ ദേശത്ത് ഇത് സ്പ്രെഡ് ആകും. ആ കീ നമ്മുടെ കരത്തിലുണ്ടെങ്കിൽ ആർക്കും നിന്നെ പൂട്ടാൻ കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു പദം കേൾക്കുന്നു, ഈ സഭ ഫ്ലറിഷ് ആകാൻ പോവുക. ഫ്ലറിഷ് ആകുന്ന വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഈ ദൂതൂടെ പറയുമ്പോൾ ഇതിനകത്തെ കുടുംബങ്ങൾ ഫ്ലറിഷ് ആകാൻ പോകുന്നു. ഇവിടുത്തെ തലമുറകൾ ഫ്ലറിഷ് ആകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Holy Spirit. Thank you, Holy Spirit. ചേർന്ന് നാമേം പറഞ്ഞാട്ടെ. ഭയങ്കര സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കും കേട്ടോ. ഈ ഉദര സംബന്ധിച്ച സൗഖ്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കാൻ പോവുകയാണ്. ഭയങ്കര ഹീലിങ്സുകൾ ഇതിൻ്റെ അകത്ത് വെളിപ്പെടും. നമുക്കതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കണം. എനിവേ, ആ കീ നമ്മുടെ കരത്തിൽ കിട്ടിയാൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. പലർക്കും തുറക്കാത്ത ചിലത് ദൈവം ഈ സീസണിൽ നമ്മുടെ കരങ്ങളിൽ തിരക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഏലിയാവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യഗണങ്ങൾ ഒത്തിരി പേരുണ്ട്. അവരും ശിഷ്യഗണങ്ങളാണ്. പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാത്ത ഒരു കീ ആണ് എലീശയുടെ മുകളിൽ വീണത്. സ്തോത്രം. അന്നേരം ഈ ആത്മതലങ്ങളെ ശരിക്കും സെൻസ് ചെയ്ത് നിൽക്കുന്നവന്റെ മുകളിൽ ഇത് പകരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്കൊരു കൂട്ടായ്മ മതിയല്ലോ. ഒരു 50 പേര് അല്ലെങ്കിൽ 30 പേര് അല്ലെങ്കിൽ 50 പേര് കുഴപ്പമില്ല. ഒരു സഭയുണ്ട്, അതും സഭയാണ്. 50 പേര് 30 പേരുള്ളത് സഭയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് വെക്കാറുണ്ട്. 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെ തന്നെ പോവുക. പക്ഷെ കീ ഉള്ളവൻ്റെ പ്രത്യേകത, അവൻ ആ ആത്മതലങ്ങളെ അവൻ സെൻസ് ചെയ്താ നിൽക്കുന്നത്.
എന്താണ് ഈ പട്ടണത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ശബ്ദം? എന്താണ് ദൈവം ഈ പട്ടണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഇത് സെൻസ് ചെയ്ത് ആര് നിൽക്കുന്നോ അവന്റെ കരത്തിൽ ഈ കുഴി കൊടുക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നാമേൻ പറഞ്ഞേ. എലിയാവിന്റെ പുറകിൽ ഒത്തിരി പേര് ശിഷ്യഗണങ്ങളുണ്ട്. പക്ഷെ ആരുടെ മുകളിലും കൊടുക്കാത്ത ഒരു കീയാണ് ഈ ആത്മതലങ്ങളെ സെൻസ് ചെയ്ത് നിന്ന്. ആമേൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഒത്തിരി പരിഹാസങ്ങളും നിന്ദകളും കമന്റുകളും ഒക്കെ മറു സൈഡിൽ നിന്ന് കേട്ടെന്ന് വന്നേക്കാം. അന്നേരം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കമന്റ് പാസ്സാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും നീ ആത്മതലത്തെ സെൻസ് ചെയ്താ നിൽക്കുന്നെങ്കിൽ ഈ കമന്റ് ചെയ്തവർ നോക്കി നിൽക്ക്. നീ യോർദാനെ അടിച്ചൊരു വലമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പിടിച്ചോ, അത് പിടിച്ചോ, അഭിഷേകനെ പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തിന്റെ മുകളിൽ ആരുടെ മുകളിലും തുറക്കാത്ത ചിലത് ഇന്ന് ചില സ്പെഷ്യൽ കീ എന്റെ ദൈവം കൈമാറുക. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, അതരങ്ങളെ തുറന്നോ, നീ പിടിച്ചോ. പരിഹസിക്കുന്നവർ കാണേ, പരിഹസിക്കുന്നവർ കാണേ. നീ യോർദാനെ അടിച്ച് കീറി വരുന്നത് അത് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. Holy Spirit, Holy Spirit, hallelujah. ആ കീ കിട്ടിയാൽ തൻ്റെ ആത്മീയ പിതാവ് എന്താണോ ചെയ്തത് അത് തന്നെ താൻ മിനിസ്ട്രിയിൽ തുടങ്ങി കൊണ്ടുവരും. എനിക്കറിയത്തില്ല, കർത്താവിനോട് പറഞ്ഞു അപ്പൻ ചെയ്തതിനേക്കാളും വലുത് അപ്പൻ ചെയ്തതിനേക്കാൾ വലുത്. ഞാനിത് പറയുമ്പോൾ ഒരു ഭയങ്കര ദൈവശക്തി അടിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല പുറകിൽ, പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു അപ്പൻ ചെയ്തതിനേക്കാൾ വലുത് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ദൈവം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പൻ മിനിസ്ട്രി ആമൻ അവസാനിപ്പിച്ചത് യോർദാനെ അടിച്ച് പിരിച്ചാണെങ്കിൽ മകൻ തുടങ്ങുന്നത് യോർദാനെ അടിച്ച് തുറന്നേ. ചെയ്തതിനേക്കാൾ അഭിഷക്തനെ ഞാൻ കാണുകയാണ്. ഈ പട്ടണത്തിന്റെ ദുർഭൂതങ്ങൾ മുഴുവനും അഭിഷക്തന്റെ മുൻപിൽ കീഴടങ്ങുന്ന കാഴ്ചകൾ കാണുന്നു. കീഴടങ്ങുന്ന കാഴ്ചകൾ കാണുന്നു. ജാതികളെ പിടിക്കാനുള്ള അഭിഷേകം. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കറിയത്തില്ല, ആത്മമണ്ഡലത്തിൽ ആ പുതപ്പ് കൈമാറുക. ഞാൻ വിശ്വസിക്കുന്നു ഇന്നലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു പോയ ഒത്തിരി വിശുദ്ധന്മാരുടെ അഭിഷേകത്തിന്റെ പുതപ്പുകൾ ആത്മതലത്തിൽ കിടപ്പുണ്ട്. വേണ്ടവർ ചാടി പിടിച്ചോ. ഇന്ന് പകൽ നിന്റെ മകളിൽ അത് പകരും. നിന്റെ മകളിൽ അത് പകരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇന്ന് പകല് ചിലത് നിങ്ങളുടെ മുകളിൽ പതിഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മതലത്തിൽ അതുപോലത്തെ ഒത്തിരി ബ്ലാങ്കറ്റുകളുണ്ട്, അഭിഷേകത്തിന്റെ പുതപ്പുകൾ. ഇന്നലകളിൽ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരുടെ അവർ ഉപയോഗിച്ച പുതപ്പുകൾ ആത്മതലത്തിൽ കിടപ്പുണ്ട്. നീ തയ്യാറാണെങ്കിൽ നിന്റെ മണ്ടയ്ക്കത് വീഴും. വിശ്വസിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഞാനൊന്ന് കേറി പറയാ, സഭയ്ക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കേ. ഈ കാതറിംഗ് കൂൾമാനൊക്കെ ഉപയോഗിച്ച് അനോയിന്റിങ്ങിന്റെ ബ്ലാങ്കറ്റുകൾ കിടപ്പുണ്ട്.
റെയ്നാഡ് ബോംഗെ ഉപയോഗിച്ച ബ്ലാങ്കറ്റുകൾ ഇവിടെ കിടപ്പുണ്ട്. TB യോശുവ ഉപേക്ഷിച്ച ബ്ലാങ്കറ്റുകൾ പിടിക്കാൻ തയ്യാറാണ്. നിന്റെ കയ്യിലാക്കി കിട്ടിയാൽ ഇന്നലകളിൽ പരിഹസിച്ചവർ തന്നെ ആത്മീക പിതാവ് ചെയ്ത ശുശ്രൂഷയെ ആരംഭിച്ചുകൊണ്ട് കയറി വരുന്ന എലീശയുടെ മുൻപിൽ അവർ നിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കും. ഏലിയാവിന്റെ അഭിഷേകം ഇവന്റെ കൂടെ ഉണ്ട്. ആ ഇരട്ടി അഭിഷേകം ഇവന്റെ കൂടെ ഉണ്ട്. ആ ഡബിൾ പോർഷൻ ഇവന്റെ കൂടെ ഉണ്ട്. എനിക്കറിയത്തില്ല, കർത്താവിനോട് പറയുന്നു, പരിഹസിച്ചവർ, നിന്ദിച്ചവർ, ഇന്നലകളിൽ കമന്റ് പാസ്സാക്കിയവർ നിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ ഈ സീസണിൽ മുട്ടുമടക്കാൻ പോകുന്നു. നിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ചേർന്നൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം, ഭയങ്കര ഒരു അസാധാരണമായൊരു റലം ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് ഓപ്പൺ ആക്കിയിരിക്കുക. സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആ പൂർണ്ണതയോടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈക്ക് താഴെ വെക്കാനേ നിവൃത്തിയുള്ളൂ. പിന്നെ നമ്മുടെ റോൾ ഇവിടെ വേണ്ട, നമ്മൾ പ്രസംഗിക്കേണ്ട. ആ പ്രസൻസിനെ സെൻസ് ചെയ്ത് നിന്ന് കൊടുത്താൽ മതി. കാര്യങ്ങൾ അവൻ തീരുമാനിക്കും. എനിക്കറിയത്തില്ല, ഈ സഭയുടെ കാര്യം അവൻ തീരുമാനിക്കാൻ പോവാ. ഇതിനകത്തെ കുടുംബങ്ങളോട് പറയുന്നു, നിന്റെ കാര്യം അവൻ തീരുമാനിക്കാൻ. ആഴമേറിയ ദൈവപദ്ധതി നമ്മുടെ മേലുണ്ടെങ്കിൽ ആരും കടന്നു പോകാത്ത സാഹചര്യങ്ങളോട് നമ്മൾ കടന്നു പോകേണ്ടി വരും. ഞാൻ എപ്പോഴും പറയും, ഞാനതാ പറഞ്ഞു, ഒരു ദൂതിന് വേണ്ടിയല്ല ഞാൻ നിങ്ങളെ ആ ദൂത് പറഞ്ഞ് പ്രസംഗിക്കാനല്ല ഞാനിവിടെ വന്നത്. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നത്. എനിക്കതുകൊണ്ട് ഉറപ്പുണ്ട്, ഇതിൻ്റെ റിസൾട്ട് അടുത്ത 3-4 മാസം കഴിയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നെ വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ മീറ്റിങ്ങിന് പോകുന്ന ആളല്ല. ഇവരോട് ചോദിച്ചാൽ മതി. ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് ഞാൻ പോകാറില്ല, നിയോഗമില്ലാതെ ഒരിടത്തും. എനിക്ക് പ്രസംഗം വേണ്ട, എനിക്ക് മീറ്റിങ്സുകൾ വേണ്ട. പക്ഷെ നിയോഗം ഉള്ളിടത്ത് പോകും. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചില സമയങ്ങൾ കഴിയുമ്പോൾ അവിടെയുള്ളവർ പറയും, പാസ്റ്ററെ, അന്നത്തെ ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, അങ്ങ് വെളിപ്പെട്ട് നിൽക്കണം, അങ്ങ് വെളിപ്പെട്ട് നിൽക്കണം. ഇന്ന് ഇതിൻ്റെ അകത്ത് കയറിയവരോട് ഞാൻ പറയാം, നിങ്ങളെ ഓടിച്ച് ഇതിൻ്റെ അകത്ത് കയറ്റിയതാ. കാരണം നിങ്ങളുടെ ചരിത്രം തീരാൻ ടൈമായി. ഇതിനകത്ത് ചിലർ വന്നിട്ടുണ്ട്, വരണോ വേണ്ടയോ എന്ന് തോന്നിപ്പിച്ച് ഇതിൻ്റെ അകത്ത് ചിലതിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. സ്തോത്രം. ദൈവം നിന്നെ വെറുതെ കൊണ്ടുവന്നതല്ല. പല തടസ്സങ്ങൾ ഉണ്ടായിട്ടും മനസ്സ് പലപ്പോഴും ചാഞ്ചാട്ടം, പോണോ വേണ്ടയോ അങ്ങനെയുള്ളവർ ഇതിനകത്ത് വന്ന് ഇരിപ്പുണ്ട്. നിന്നെ ഇവിടെ വെറുതെ കയറ്റിയതല്ല. കർത്താവിന് പദ്ധതിയുണ്ട്. ആ പുറകിൽ ആ സിസ്റ്റർ ആ ടവല് പിടിച്ചു നിൽക്കുന്ന സിസ്റ്റർ ഒന്ന് ഏതെങ്കിലും സഹോദരിമാരൊന്ന് ഓടിച്ചെന്ന് ഭയങ്കര ഒരു സാന്നിധ്യം ആ മോളുടെ മേൽ ഇറങ്ങുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിച്ചു. നീ അങ്ങനെ കയറി വന്ന ആളാണ്. നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു തിരിവിന്റെ ദിവസമാക്കി പരിശുദ്ധാത്മാവ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുക്കൽ ഒരു ഏഞ്ചൽ നിൽക്കുന്ന കാണുന്നു. ആ ദൂതന്റെ സ്പർശനം. ഹല്ലേലൂയ. പിടിച്ചോണേ, അവളുടെ മേൽ ഭയങ്കര ദൈവസാന്നിധ്യം ചലിക്കുന്നുണ്ട്. ഇതിനകത്ത് ഭയങ്കര ഏഞ്ചൽസിന്റെ മൂവുകൾ എത്ര പേർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവ്
വലുതിവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. അവിടെ ഇരുന്നോളം പറ, കരഞ്ഞോട്ടെ, അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഇന്ന് ഇതിനകത്ത് അറിയത്തില്ല, ഈ മീറ്റിങ്ങിനകത്ത് പലർക്കും വ്യക്തിപരമായ എൻകൗണ്ടറുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മിനിസ്ട്രി അടുത്ത നിലവാരത്തിലേക്ക് പോവുക. മീറ്റിങ്ങിൻ്റെ അകത്ത് കർത്താവ് ഈ ദിവസങ്ങളിൽ പറയാം, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ യേശുവുമായി മുഖാമുഖം കാണും. ഹല്ലേലൂയ. എൻകൗണ്ടറുകൾ സംഭവിക്കും. 80 വയസ്സുവരെയായി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് മോശയ്ക്ക് വേണ്ടി ഹോരേബിന്റെ പർവ്വതത്തിന്റെ മുകളിൽ മുൾപടർപ്പിന്റെ അകത്തൊരു തീ, അതൊരു എൻകൗണ്ടർ ആയിരുന്നു. ഹല്ലേലൂയ, അതൊരു എൻകൗണ്ടർ ആയിരുന്നു. നിന്റെ തിരിച്ചുവരവാണ് ഇനിയുള്ള ദിവസങ്ങളിലെ, നിന്റെ തിരിച്ചുവരവുകളാണ് ഇനിയുള്ളത്. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞോ. എൻകൗണ്ടറുകൾ, കൂട്ടിമുട്ടലുകൾ സംഭവിക്കും. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? നിന്നെ വ്യക്തിപരമായി മീറ്റ് ചെയ്യാൻ അവൻ വരും. നിന്നെ വ്യക്തിപരമായി മീറ്റ് ചെയ്യാൻ അവൻ വരും. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? നീ തകർന്ന് ഉടഞ്ഞ് സമൂഹത്തിന്റെ നടുവിൽ നിൽക്കാൻ പറ്റാത്ത പോലെ നിന്നെന്ന് പറഞ്ഞാലും ശമരിയുടെ പടിവാതിക്കലേ, കമോൺ, വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യാക്കോബിന്റെ ഉറവയുടെ അരികിൽ നിന്നെ വ്യക്തിപരമായി മീറ്റ് ചെയ്യാൻ അവൻ വരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഇങ്ങനൊന്ന് പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു, ഈ മാർച്ച് മാസത്തിൽ അങ്ങനെ വ്യക്തിപരമായ എൻകൗണ്ടറുകൾ ഇതിന്റെ അകത്ത് ചിലമേൽ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന എൻകൗണ്ടറുകൾ, നിന്റെ ഭാവിയെ തിരിക്കുന്ന വിശ്വസിക്കുന്നവർ കരമടിച്ച് അതിനെ സ്വീകരിച്ചോ. ഈ മന്ത് ഓഫ് മാർച്ചിൽ ചിലരുടെ മുകളിൽ അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ പിടിച്ചോ ബ്രദറെ, സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കരമൊന്ന് ഉയർത്തി യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ സംഭവിക്കും. അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ സംഭവിക്കും. ഈ മാസത്തിൽ ഇത് കാണാൻ പോവുകയാണ്. അതൊരു തിരിവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്. അതൊരു തിരിവായിരിക്കും നിങ്ങളുടെ ലൈഫിന്റെ അകത്ത്. വിശ്വസിക്കുന്നവർ നാമയം പറഞ്ഞാട്ടെ. നിന്റെ ഭാരങ്ങളെ മുഴുവൻ ഇറക്കി വെക്കാൻ അവന്റെ മുൻപിൽ കഴിയും. നീ കൊണ്ട് നടക്കുന്ന വേദനകളെ മുഴുവൻ ഇറക്കി വെക്കാൻ അവന്റെ മുൻപിൽ ഇന്ന് പകൽ ഞാനൊരു ദൂത് കൈമാറാം. അങ്ങനെയുള്ള കൂട്ടിമുട്ടലുകൾ ചിലരുടെ മുകളിൽ ഈ മാസത്തിൽ സംഭവിക്കുന്നു. ആ കൂട്ടിമുട്ടലിന് ശേഷം നീ ആളെ മാറും. നീ ആളെ മാറും. ആളെ മാറും. ഹല്ലേലൂയ. ചേർന്ന് നാമം പറഞ്ഞാട്ടെ. Come on. Thank you Holy Spirit. അതൊരു കീയാണ്. ഓരോ പട്ടണങ്ങളെ, ഓരോ ദേശങ്ങളെ പിടിക്കുവാൻ ദൈവം നമ്മുടെ കരങ്ങളിൽ ചില താക്കോലുകൾ തരും. ആ താക്കോലുകൾ നമ്മുടെ കരത്തിലുണ്ടെങ്കിൽ അത് വെച്ച് അസാധാരണമായ കാര്യങ്ങൾ നടക്കും. ഒന്നാമേ പറയാൻ പറ്റുമോ? പലർക്കും കയറി തുറക്കാൻ പറ്റാത്തത് നിന്നിലൂടെ കർത്താവ് തുറക്കും. പൗലോസ് തന്റെ മിഷണറി യാത്ര ചെയ്ത് എഫെസോസിൽ എത്തുന്നതിന് മുൻപ് കാലുകുത്തിയ ആളാണ് അപ്പൊല്ലോസ്.
അപ്പൊല്ലോസിന് തുറക്കാൻ പറ്റാത്തൊരു ആത്മതലം പൗലോസിലൂടെ ഓപ്പൺ ആക്കി. ചിലർക്ക് കാണാൻ കഴിയാത്ത ആത്മതലങ്ങളെ കാണാൻ നിന്റെ കണ്ണ് ഈ ദിവസങ്ങളിൽ തുറക്കും. പലർക്കും കാണാൻ കഴിയാത്ത ചില ആത്മതലങ്ങളെ കാണുവാൻ നിന്റെ കണ്ണിനെ കർത്താവ് തുറക്കും. സ്തോത്രം. ചില വിഷയങ്ങളുടെയൊക്കെ പിന്നിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ചിലതിനെ കാണാൻ പറ്റത്തില്ല, നമുക്കറിയത്തില്ല. ആ പ്രതിസന്ധിക്കകത്ത്, ആ പ്രശ്നത്തിൻ്റെ അകത്ത്, ആ പ്രതികൂലത്തിൻ്റെ അകത്ത് നമ്മൾ വല്ലാതെ കിടന്നങ്ങ് കുഴയുകയാണ്. സ്തോത്രം. എവിടെയോ മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു പൈശാചിക മണ്ഡലം ഉള്ളത് കൊണ്ടാണ് ആ പ്രതിസന്ധികൾ മുഴുവൻ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് കടന്നു വരുന്നത്. ആ പ്രശ്നം നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്നത്, ചില ഡോറുകൾ അടയപ്പെടുന്നത്, ചില സാമ്പത്തിക മേഖലകൾ അടഞ്ഞു പോകുന്നത്. സ്തോത്രം. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഒളിഞ്ഞിരിക്കുന്ന ചിലതിനെ പുറത്തെടുക്കാൻ ഒരു അഭിഷേകം. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നീ ആ കീ പിടിച്ചോ, നീ ആ കീ പിടിച്ചോ. ഞാൻ ഇങ്ങനൊന്ന് പ്രവചിക്കാൻ കർത്താവിനോട് പറയുകയാണ്. 2024 2023 നിന്നെ അങ്ങനെ ഒത്തിരി പറ്റിച്ചു, പക്ഷെ 2025 അത് നടക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞു, 25 അങ്ങനെ അത് നടക്കത്തില്ല. ഒളിഞ്ഞിരിക്കുന്നതിനെ കാണാൻ ഒരു കണ്ണ് നിന്റെ കരത്തിൽ തരും. ഒന്നാമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ ആത്മതലങ്ങളെ, പട്ടണത്തിൽ നിൽക്കുന്ന ആത്മതലങ്ങളെ ശരിക്കും സെൻസ് ചെയ്യാതെ ഒരു ചലനം ഒരിടത്ത് സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ വീടിൻ്റെ അകത്തൊരു അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ അകത്ത് ഇങ്ങനെയാ പ്രതിസന്ധി? ഒന്ന് മാറുമ്പോൾ ഒന്ന് പല നിലകളിൽ കടന്നു വരുന്നത്. സ്തോത്രം. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചിലതിനെ നമ്മൾ പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഏറിക്കകത്ത് നമുക്ക് സ്വാതന്ത്ര്യം നൽകത്തുള്ളൂ. ഇതിനകത്ത് അങ്ങനെയുള്ള ചില വന്നിരിപ്പുണ്ട്. ഈ മീറ്റിംഗ്, ഈ സന്ദേശങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ചില നിങ്ങളുടെ മുകളിൽ ആ ഡെലിവറൻസുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? മെലീത്ത ദ്വീപിൽ ഒരു മൂവ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലകൾ കേറിയിട്ട് ആർക്കും കാണാതെ ഇരുന്ന ഒരു സാധനം ആ മെലീത്ത ദ്വീപിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവനെ പുറത്തെടുക്കാതെ അവിടെ മൂവ് നടക്കത്തില്ല. ആമേൻ പറയാൻ പറ്റുമോ? ഓരോ പട്ടണത്തിലും, ഓരോ ദേശത്തിലും, ഓരോ വീടിൻ്റെ അകത്തും അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ചിലതുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഇനി അത് നടക്കത്തില്ല, നീ അതിനെ പുറത്തെടുത്ത. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ആ പട്ടണം, ആ ദേശം, ആ ദ്വീപ് പിടിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായി ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെ പുറത്തെടുത്ത് കത്തിച്ചെങ്കിലേ ഉള്ളു അടുത്ത മൂവ് അവിടെ നടക്കത്തുള്ളു. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? പൗലോസ് കയറിയ പട്ടണങ്ങളിലെല്ലാം അങ്ങനെ ചിലതുണ്ടായിരുന്നു. കൊരിന്തിയയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും എഫെസോസിലും പല പട്ടണങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ പൗലോസിന്റെ അഭിഷേകം എന്താണെന്നറിയോ? അവിടെ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകളെ ലോക്ക് ചെയ്യുന്ന ഒരു അഭിഷേകം. സ്തോത്രം, 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 സ്തോത്രം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും ആമേൻ പറഞ്ഞു.
ഒന്നാമേൻ പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇത് വളരാൻ പോവുക, ഇത് അടുത്ത നിലവാരത്തിൽ കയറാൻ പോവുക. കാരണം മറ്റൊന്നുമല്ല, ഒളിഞ്ഞിരിക്കുന്ന ചിലത് ഈ മീറ്റിംഗിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പുറത്തെടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വളർച്ചയുടെ പിന്നിലും അങ്ങനെ ചിലതുണ്ട്. വിശ്വസിക്കുന്ന ഒരു നാമയം പറഞ്ഞേ. കർത്താവ് അത് പറയുന്നു. അങ്ങനെ ചിലത് ഈ പട്ടണത്തിന്റെ അകത്തും നിങ്ങൾ പുറത്തു കൊണ്ടുവരും. അതൊരു അസാധാരണമായ മൂവ് ആയിരിക്കും. പൗലോസിലൂടെ ആ മിനിസ്ട്രി മെലീത്തയിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? സ്തോത്രം. അവന്റെ മുൻപിൽ ഡോറുകൾ ഓപ്പൺ ആകാൻ തുടങ്ങി. അവന്റെ മുമ്പിൽ ഡോറുകൾ ഓപ്പൺ ആകാൻ തുടങ്ങി. പല വീടുകൾ അവന്റെ മുമ്പിൽ തുറന്നു, പല നന്മകൾ അവന്റെ മുമ്പിൽ തുറന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിന്നിലേക്ക് വരേണ്ട ചിലതിനെ ബ്ലോക്ക് ചെയ്യുന്ന ചിലതുണ്ട്. അതിനെ ഇന്ന് പകൽ നീ പിടിച്ചെടുത്താൽ, ഞാനിത് പറയുമ്പോൾ ചിലരുടെ മുകളിൽ സാമ്പത്തിക ഫ്ലോ ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഫിനാൻസിന്റെ മേഖലകൾ നിന്റെ വീട്ടിലേക്കും നിന്റെ തലമുറയിലേക്കും നിന്നിലേക്കും വരണ്ട ചില സാമ്പത്തിക മേഖലകളെ ബ്ലോക്ക് ചെയ്യുന്ന ചില ശക്തികൾ ഇന്ന് പകൽ. Come on, come on, come on, come on, come on. Come on, come on. Rababa katalaba rakatalaba raba. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ഒന്ന് ഉയർത്തിയോ ശക്തിയോട് നാമം പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നെ ഇന്നലെ വരെ ബ്ലോക്ക് ചെയ്ത ചില മേഖലകൾ നിന്റെ ഭവനത്തിന്റെ അകത്തോട്ട്, നിന്റെ തലമുറയ്ക്കകത്തോട്ട്, നിന്റെ മിനിസ്ട്രിക്കകത്തോട്ട് വരണ്ട ചിലതിനെ ബ്ലോക്ക് ചെയ്ത മേഖലകൾ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, അതിനെ അടിച്ച് ചുരുട്ടുന്ന അടിച്ച് ചുരുട്ടുന്ന ഒരു അഭിഷേകം. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്വീകരിച്ചു. ഹല്ലേലൂയ. പട്ടണത്തിന്റെ കീ കയ്യിലുള്ളവന്റെ കരത്തിൽ ഒരിക്കലേ തൂങ്ങാവുള്ളൂ. ഒരണലി പിന്നീട് തൂങ്ങരുത്. പിടികിട്ടിയില്ല. താക്കോലുള്ളവന്റെ കയ്യിൽ ഒന്നേ തൂങ്ങാവുള്ള, രണ്ടാമതവൻ തൂങ്ങാൻ ഉണ്ടാകരുത്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് മുതൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ താക്കോലുള്ളവർ അതിനെ ചിലതിനെ കൊടഞ്ഞ് കളയുന്ന ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, കരം കൊടുത്തിട്ട് പറ, താക്കോലുള്ളവന്റെ കയ്യിൽ ഒന്നേ തൂങ്ങാവുള്ളു, പിന്നെ അത് കടിച്ച് അവിടെ തൂങ്ങരുത്. സ്വത്രം. ചിലതൊക്കെ എന്നും ഒന്ന് കടിച്ചിട്ട് പോവുകയാണ്. പക്ഷെ സീസൺ ചേഞ്ച് ആകുക, സീസൺ ചേഞ്ച് ആകുക. വിശ്വസിക്കുന്ന രാമയം പറഞ്ഞോട്ടെ. എടാ, നിന്റെ കൈ താക്കോലുണ്ടെങ്കിൽ ഒന്നേ നിന്റെ കൈ തൂങ്ങാവുള്ളു, പിന്നെ ആ സാധനം അവിടെ കാണരുത്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് എനിക്കറിയത്തില്ല. കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയും, ഈ പട്ടണത്തോട് ബന്ധപ്പെട്ട് ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തെ ഇന്നലകളിൽ കടിച്ചു തൂങ്ങിയ ചിലത്, നിന്റെ തലമുറകളെ കടിച്ചു തൂങ്ങിയ ചിലത്, നിന്റെ സാമ്പത്തികത്തിന്റെ അകത്ത് കടിച്ചു തൂങ്ങിയ ചിലത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ അത് അഴിഞ്ഞു പോകുന്ന പകലാണ്, അഴിഞ്ഞു പോകുന്ന പകലാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ ആ കർത്താവിന് മിനിറ്റുകൾ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ കടിച്ചു തൂങ്ങിയ ചിലതിനെ ഈ പകൽ കുറഞ്ഞു നീ കല.
Labra kama sakatalaya. Labra katala prabatala prabatala. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒന്നും കൂടെ തട്ടിയിട്ട് പറ. അടുത്തിരിക്കുന്ന ആൾ ഒന്നുകൂടെ തട്ടിട്ട് പറ. താക്കോലുള്ളവന്റെ കയ്യില് ഒന്നേ ഇത് കടിച്ചു തൂങ്ങാവുള്ളു, രണ്ടാമത് തൂങ്ങാൻ അവൻ ഉണ്ടാകരുത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അതിന്റെ അവന്റെ അഭിഷേകവും താക്കോലും കയ്യിലുള്ളവന്റെ കയ്യിൽ ഒന്ന് തൂങ്ങിയാൽ അടുത്തത് അവൻ വീഴുന്ന തീക്കകത്തോട്ടായിരിക്കണം. 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 എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെയൊക്കെ അഭിഷേകം അടുത്ത നിലവാരത്തിൽ കയറിയേ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ ആത്മതലങ്ങൾ അടുത്ത നിലവാരത്തിൽ കയറിയേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ അഭിഷേകത്തോടെ ആരാധിക്കുന്ന പട്ടണങ്ങൾക്കകത്ത് നടക്കുന്ന ഭയങ്കരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പട്ടണങ്ങളും ട്രിവാൻഡ്രം ജില്ലയിൽ മാത്രമല്ല, കോട്ടയമായിക്കോട്ടെ, എറണാകുളമായിക്കോട്ടെ, 14 ജില്ലകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് നടക്കുന്ന മുഴുവൻ, അന്നേരം അഭിഷേകം എവിടേക്കോ തൊടുന്നില്ല മക്കളെ, തൊടുന്നില്ല. നമ്മുടെ 4 ചുവരുകൾക്കകത്ത് നമ്മുടെ അഭിഷേകം നിൽക്കുക. ഈ താക്കോലും പിടിച്ചോണ്ട് 4 ചുവരുകൾക്കകത്ത് നിൽക്കുക. പക്ഷെ നടക്കരുത്. ഇന്നലകളിൽ ഞാൻ കേട്ട ദൈവദാസന്മാരൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവർ നടന്നു പോകുമ്പോൾ ആ പട്ടണത്തിന്റെ അകത്ത് മാറ്റങ്ങൾ വരുമായിരുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഒരു ചാൾസ് ഫിന്നി നടന്നു പോയപ്പോൾ ആ ദേശത്തിന്റെ മദ്യപാനങ്ങൾ നിന്നുപോയി. വിശ്വസിക്കാൻ പറ്റുമോ? 4 ചുവരുകളിലല്ല നമ്മുടെ അഭിഷേകം നിൽക്കേണ്ടത്. ചുവരുകളെ പൊളിച്ച് ജില്ലകൾക്കകത്തേക്ക്, ദേശങ്ങളിലേക്ക്. Come on. സ്തോത്രം, സ്തോത്രം. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, 4 ചുവരുകളിൽ നിൽക്കരുത് നമ്മുടെ അഭിഷേകം. ചുവരുകളെ പിടിച്ച് അതിനെ പൊളിച്ച് ദേശങ്ങളെ പിടിക്കുന്ന നിലവാരത്തിലേക്ക്. പെർഫോമിംഗ് ആയിരിക്കരുത് ശുശ്രൂഷ. പെർഫോമൻസ് വേണ്ട. നീ നിൽക്കുമ്പോ ചലനം നടക്കണം. നീ വന്നിട്ട് പോയാൽ ദേശത്ത് റിസൾട്ട് അറിയണം. എനിക്കറിയത്തില്ല, കർത്താവ് പറയുന്നു ഒരു സീസൺ ദൈവം അങ്ങനെ തുറക്കാൻ പോവുക. പെർഫോമിംഗിന്റെ സീസൺ അല്ല, അഭിഷേകം ഒഴുകുന്ന സീസൺ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് അത് ചെയ്യും. ഇന്ന് പകൽ ഇതൊക്കെ ഇവിടെ സംസാരിക്കുന്നതിന്റെ കാര്യം, ഈ സഭയെ കുറിച്ച് ദൈവത്തിന് അസാധാരണ പദ്ധതികൾ കർത്താവിനുണ്ട്. വിശ്വസിക്കുന്നവര് നാമേം പറഞ്ഞാട്ടെ. എത്ര പേർക്കും നാമേം പറയാൻ പറ്റും? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കഥ കേട്ടു. ചാൾസ് വിന്നി എന്ന് പറഞ്ഞ ദൈവദാസൻ നടന്നുപോയ ഒരു പട്ടണത്തിൻ്റെ അകത്ത്. അദ്ദേഹം വേറൊരു കാര്യത്തിന് വേണ്ടി ആ പട്ടണത്തിലൂടെ നടന്നു പോയതാ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു അധികാരി, ആ ദേശത്തോട് ബന്ധപ്പെട്ട ഒരു അധികാരി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഈ മദ്യപിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പുള്ളി അവിടെ വേണ്ടപ്പെട്ട ഒരാളോട് ചോദിച്ചു, ഇവിടെ എവിടെയാ ബാറ്, എവിടെയാ ഷാപ്പ്, സ്തോത്രം, എവിടെയാ ബാറ് 2 കിട്ടുന്നത്, സ്തോത്രം. പക്ഷെ അവിടുത്തെ ഒരാൾ പറയുക, ഇവിടെ മദ്യനിരോധന പട്ടണമാണിത്, സ്തോത്രം. അന്നേരം ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയുക, ഒരു അഭിഷേകത്തിനെ ചുമ്മാ വേറൊരു പട്ടണത്തിലേക്ക് പോകാൻ ഇതിലേക്കൂടെ പോയതാണ്, അവിടെ അത് അടഞ്ഞു പോയെന്ന്. വിശ്വസിക്കുന്നു. ഇതാ അനോയിന്റിംഗ്, ഇതാ അഭിഷേകം, ഇതാ അഭിഷേകം. നീ പട്ടണത്തിൽ ഇറങ്ങിയാൽ ചിലത് നടക്കണം. നീ ദേശത്ത് വന്നാൽ ചിലത് നടക്കണം. കമോൺ, എത്ര പേർക്കും ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്കും ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ആമേൻ. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ആത്മമണ്ഡലത്തിന്റെ കീ നിന്റെ കരത്തിലുണ്ടെങ്കിൽ പൈശാചിക ഗ്രൂപ്പ് പറയും, അന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. ആഹാ, യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. നിന്റെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിന് നിന്നെ അറിയാൻ പറ്റും. പൈശാചിക ആത്മമണ്ഡലത്തിന് നിന്നെ അറിയാൻ പറ്റും. പൈശാചിക മേഖലകൾക്ക് നിന്നെ അറിയേ. ഹല്ലേലൂയ, ആമേൻ.
ഹല്ലേലൂയ. കോട്ടയത്തെ പൈശാചിക ആത്മമണ്ഡലത്തിന് ബോബസ് പാസ്റ്റർമേൽ കീ ഉണ്ടെങ്കിൽ അവൻ അറിയാം ഇവന്റെ കയ്യിൽ കീ ഉണ്ട്. വിശ്വസിക്കുന്നവരെ നാമേ പറഞ്ഞാട്ടെ. ട്രിവാൻഡ്രം പട്ടണത്തിന്റെ സെന്ററിൽ നിൽക്കുന്ന ഈ സഭയോട് ദൈവം പറയുന്നു, നിന്റെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പൈശാചിക ആത്മമണ്ഡലത്തിന് അറിയാം ഈ സഭ എനിക്കൊരു പ്രശ്നമാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, പൈശാചിക ആത്മമണ്ഡലത്തിന് നീ ഒരു പ്രശ്നക്കാരനാകുന്നുണ്ടോ? ആകുന്നില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലെന്ന്. ആകുന്നുണ്ടെങ്കിൽ അവന്റെ താവളത്തിന്റെ അകത്ത് നിന്റെ പേര് അറിയാം. അറിയാം കേട്ടോ ബ്രദറെ, അറിയാം. അതുകൊണ്ടാ ഇളകി വന്ന ഭൂതശക്തി പറഞ്ഞത്, ഞങ്ങൾ യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. എന്നാടാ കാരണം? ഇവര് കാരണം ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. നിന്റെ പേര് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ്, നിന്റെ പേര് പറയുമ്പോൾ പൈശാചിക മേഖലകൾക്ക് സ്വസ്ഥത കിട്ടരുത്. ഇന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇവിടുത്തെ ദുർഭൂതങ്ങൾക്ക് മുഴുവന്റെ ഉറക്കം പോകുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ വാഴുന്ന ചിലത്, ഈ പട്ടണത്തിന്റെ മുകളിൽ വാഴുന്ന ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വെട്ടേൽക്കുന്ന പകലാണ്. എത്ര പേർക്ക് നാമം പറയാൻ പറ്റും? കോട്ടയത്തൊരു വലിയൊരു കൺവെൻഷൻ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നു. പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ദൈവദാസന് 25 വർഷങ്ങൾക്ക് മുൻപ് വന്ന മീറ്റിംഗിൽ, ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ കൈവപ്പ് എൻ്റെ മേൽ വീണിട്ടുണ്ട്. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു ചെറിയ ടവല് കർത്താദാസൻ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. എനിവേ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നു. ഒരു ചെറിയ ടവല് പോലെ അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് ഒത്തിരി പേരുടെ കരങ്ങളിൽ കൊടുത്തു. എനിവേ ഇപ്പോഴും എൻ്റെ പപ്പാടെ മമ്മിയുടെ കയ്യിലൊക്കെ ആ ടവലുണ്ട്. അവരുടെ പഴയ ബൈബിളിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ പോൾ യോങ്കിച്ചോ, കൊറിയയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സഭയിലെ പാസ്റ്ററാണ്. അന്നേരം അന്ന് പപ്പ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി ആ തലേ കൈവപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. 25 വർഷങ്ങൾക്ക് ശേഷം ആ സഭയിലെ സീനിയറായിട്ടുള്ള ഒരു ദൈവദാസൻ വന്നു. അവിടെ ഇങ്ങനെ ഓരോ സെക്ഷനുകൾ പ്രീച്ച് ചെയ്ത് ഒരു ദൈവദാസൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിൻ്റെ അകത്ത് ഒരു 5000 പേര് ഒരുമിച്ച് കൂടുന്ന സഭയുണ്ടോ? ഒരു 10,000 പേര് കൂടുന്ന സഭയുണ്ടോ? ഒരു 25,000 പേര് കൂടുന്ന സഭയുണ്ടോ? ആമേൻ. നമുക്ക് ആൻസർ ഇല്ല. ഇവിടെ കൂടി വന്നാൽ 1000, 500, 500 പേര് കൂടുന്ന സഭകളേ ഉള്ളു. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. ആമേൻ. നമ്മളുടെ മിനിസ്ട്രി പെർഫോമിനെക്കാട്ടും വലുത് നിന്റെ മിനിസ്ട്രിയുടെ ആത്മാക്കൾ വിടുവിക്കപ്പെടണം. നീ ആത്മാക്കളെ നേടിയില്ല, നീ എന്നെ മിനിസ്ട്രി ആയിട്ട് തന്നെ കാര്യമിരിക്കുന്നത്. നിന്റെ മേലെ എന്നാ കൃപാവരം ഉണ്ടായിട്ടാ കാര്യമിരിക്കുന്നത്. കേരളത്തിൽ കൃപാവരത്തിന് വല്ല കുറവുണ്ടോ? പ്രവചിക്കുന്ന പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ കുറവുണ്ടോ? പക്ഷെ എന്നാ ഗ്രോത്ത് ഇല്ലാത്തത്? ആമേൻ. ആ ഗ്രോത്ത് വരത്തില്ല. നിന്റെ ഫോക്കസ് മാറണം. നീ ആത്മാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിന്റെ അകത്ത് അങ്ങനത്തെ ഒരു സീസൺ വരാൻ പോവാ. ചർച്ചുകൾ പരിശുദ്ധ അതിനർത്ഥം കൃപാവരം വേണ്ടെന്നൊന്നുമല്ല. 100 കണക്കിന് കാര്യങ്ങളാണ് നടക്കുന്ന സഭയ്ക്കകത്ത്. രോഗങ്ങൾ സൗഖ്യമാക്കുന്ന പ്രൊഫസികൾ അസാധാരണമായ നിലകളിൽ ഉപയോഗിക്കപ്പെടുന്നത്, നെയിം കോളിങ്ങുകൾ പല നിലകളിൽ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഓരോ സണ്ടകളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഭൂതബന്ധനങ്ങൾ, വലിയ വലിയ ദൈവപ്രവൃത്തി. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, മോനെ ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോഴും നിന്റെ ഫോക്കസ് മാറരുത്. നിന്റെ ഫോക്കസ് ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ആത്മാക്കൾ വിടുവിക്കപ്പെടണം. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ആത്മാക്കൾ നിന്റെ മിനിസ്ട്രിക്കകത്ത് വിടുവിക്കപ്പെടണം. നീ 50 പേരും 100 പേരുമായിട്ട് ഇരിക്കാനുള്ളവനല്ല. നിന്റെ ചർച്ചിന്റെ അകത്ത് 50,000, 30,000, 1,00,000 ഒക്കെ കയറി വരുന്ന തലത്തിലേക്ക് നിന്റെ തലങ്ങളെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് ആമേൻ പറഞ്ഞാട്ടെ.
രാത്രി ഇന്ന് പകല് നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തെ കർത്താവ് തൊടും. പക്ഷെ അതിനു മുൻപ് ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ വീണുകൊണ്ടിരിക്കുക. സഭയുടെ ഗ്രോത്ത് എവിടെയാണെന്നറിയോ? സഭയുടെ ഗ്രോത്ത് കർത്താവിൻ്റെ ദാസന് കൊടുത്തൊരു ദർശനമുണ്ട്. ആ ദർശനത്തോടുകൂടെ സഭയിലുള്ളവർ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് അടുത്ത ലെവലിലേക്ക് കയറി പോകുന്നത്. ഒന്നാമേ പറയാൻ പറ്റുമോ? മോശയ്ക്ക് കൊടുത്ത ദർശനത്തിൻ്റെ അകത്ത് ആര് ചേർന്ന് നിൽക്കുന്നോ ആ ദർശനം വലുതാകുകയാണ്. ഒന്നാമേ പറയാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ പട്ടണത്തിൻ്റെ അകത്ത് നിങ്ങളെ നിർത്തിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട്. ഈ 30 പേരും 50 പേരും 100 പേരുമായിട്ട് ഇരിക്കാനല്ല. സ്തോത്രം. ഈ പട്ടണത്തെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ചിലപ്പം ഇന്ന് നിങ്ങൾ ഈ കാണുന്ന സെറ്റപ്പ് ഒന്നും ഇന്നലകളിൽ ഈ ദൈവദാസൻ ഇല്ലായിരിക്കാം. ഒത്തിരി അനുഭവങ്ങളിലൂടെ കയറി വന്ന ഇന്നലകളിലെ ഒരു അനുഭവത്തിൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ വർഷങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരിക്കും. അതാരും കണ്ടിട്ടില്ല, അത് മറിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് കടന്നുപോയ അനുഭവത്തിൽ ദൈവം കൊടുത്തൊരു വലിയ ദർശനമാണ്. ആ ദർശനത്തിൻ്റെ ഒരു ചെറിയൊരു പ്രാരംഭഘട്ടം മാത്രമേ ഇതായിട്ടുള്ളൂ. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല. വലുത് കിടക്കുക മുന്നോട്ട്. ആമേൻ പറയാൻ പറ്റുമോ? പക്ഷേ ഒറ്റയ്ക്ക് നിന്ന കാര്യം നടക്കത്തില്ല. ഒരുമിച്ച് നിന്നാൽ ചിലത് നടക്കും. ഒരുമിച്ച് നിന്നാൽ ചിലത് നടക്കും. ഒരുമിച്ച് നിന്നാൽ ചിലത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നാമേൻ പറഞ്ഞേ. ചില സമയങ്ങളിലൊക്കെ മുകളിൽ നിന്നുകൊണ്ട് കര ഉയർത്തിപ്പിടിക്കുമ്പോൾ മോശയെക്കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്? സ്തോത്രം. അവൻ്റെ കരം താന്നു വരുന്ന സമയത്ത് അവൻ്റെ കയ്യെ പൊക്കിക്കൊടുക്കാൻ ഒരു ഹൂരിനെയും അഹരോനെയും കണ്ടു അല്ലേ? സ്തോത്രം. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കിക്കൊടുത്തേക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് പൊക്കിക്കൊടുത്തേക്കണം. ആമേൻ. നീ കൂടെ നിന്ന് ഇങ്ങനെ ഒന്ന് പൊക്കിക്കൊടുത്തേക്കണം. സ്തോത്രം. അത് വെറുതെ അല്ല, താഴ്വര മുഴുവൻ ജയം ഉണ്ടാകുക. താഴ്വര മുഴുവൻ ജയം ഉണ്ടാകുക. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞേ, കൈ ഒന്ന് ഉയർത്തി കൊടുക്കുക ചെയ്യുമല്ലോ, കയ്യെ പിടിച്ച് വലിച്ച് താഴോട്ടിടരുന്ന് പറ. അയ്യോ, അതും പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, പിന്നെ വേറെ ആര് പറയാനാ? അതാ ഞാൻ പറഞ്ഞത്, ചുമ്മാ ഒരു ദൂത് പറഞ്ഞ് വിടാനല്ല. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറും. ഇന്ന് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ ദൈവം വ്യക്തിപരമായിട്ട് തൊടും. അതിനുവേണ്ടി ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ ഇന്ന് ഇവിടെ കേൾക്കുന്ന ഓരോ സന്ദേശങ്ങളും നിങ്ങളുടെ സഭയുടെ അടുത്ത നിലവാരങ്ങൾ തുറക്കപ്പെടണം. ഒന്നാമേ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരു ദർശനത്തോടു കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ടൈം, നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ സമയം കൊണ്ടും നമുക്ക് കിട്ടുന്ന നന്മകൾ കൊണ്ടുമൊക്കെ ആ ദർശനത്തിൻ്റെ അകത്തോട്ട് വിതയ്ക്കാനിടയായി തീരുന്നത്. ഒന്നാമേ പറഞ്ഞാട്ടെ. വിതയ്ക്കുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചേ. അത് വിതയെന്ന് കേൾക്കാൻ പെട്ടെന്ന് നമുക്ക് ഈ സാമ്പത്തികം മാത്രമല്ല, ടൈം വിതയ്ക്കാൻ പറ്റും, നിങ്ങളുടെ ആരോഗ്യം വിതയ്ക്കാൻ പറ്റും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിതയ്ക്കാൻ പറ്റും. എത്ര പേർക്ക് നാമയം പറയാൻ പറ്റുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടുന്ന നന്മ വിതയ്ക്കാൻ പറ്റും. ദർശനത്തിൻ്റെ അകത്തേക്ക് ഇത് കൊണ്ട് വിതയ്ക്കണം. ഒരു കാര്യം ഉറപ്പ് പറയാം, വിതച്ചാൽ നീ കൊയ്യും. ആമേൻ. 58-ാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലിലേക്ക് പോകത്തില്ല. നിന്റെ സമയം ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചാലുണ്ടല്ലോ, 58-ാമത്തെ വയസ്സിലും 88-ാമത്തെ വയസ്സിലും കാലേബ് പറഞ്ഞ പോലെ പറയാൻ പറ്റും, ഞാൻ ഇപ്പോഴും തയ്യാറാണ്. ഹല്ലേലൂയ. അന്നേരം ദൈവരാജ്യത്തിന് വേണ്ടി സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പെൻഡ് ചെയ്യണം. ചർച്ചിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണം. അനുഗ്രഹമാണ്. നമ്മൾ അറിയുന്നില്ല, ആയുസ് കൂടിക്കൊണ്ടിരിക്കുക, ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ ഷുഗർ വന്ന് അടിച്ചു പോകത്തില്ല. ഒരു ഷുഗറിനും തൊടാൻ പറ്റാത്ത, ഒരു ക്യാൻസറിനും തൊടാൻ പറ്റാത്ത, ഒരു ട്യൂമറിനും തൊടാൻ പറ്റാത്ത, നിന്റെ ശരീരം അവന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. ഇപ്പൊ ഒന്ന് ആ തലയിലേക്ക് ഒന്ന് കൈയെടുത്തൊന്ന് വെച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഒരു ഷുഗറിനും, ഒരു പ്രഷറിനും, ഒരു ക്യാൻസറിനും, ഒരു ട്യൂമറിനും, ഒരു ഉദരബന്ധനങ്ങൾക്കും, ഒരു ആഭിചാരത്തിന്റെ ശക്തിക്കും എന്റെ മുകളിൽ അധികാരമില്ല. ഞാൻ
ഞാൻ അവന്റെ മന്ദിരമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. Come on, come on. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇത് പറയുമ്പോൾ ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുക, സൗഖ്യങ്ങൾ നടക്കുക. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ ഇപ്പോൾ നിന്റെ ശരീരത്തിന്റെ അകത്ത് അഴിയുക. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിക്കത്തില്ല കേട്ടോ. നേരത്തെ നിർത്തും. ഞങ്ങൾക്കും ഈവനിങ്ങിൽ പോകേണ്ടതായിട്ടുണ്ട്. നാളെ അവിടെ ആരാധനയൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനോട് പറഞ്ഞ ആ ദൂതുകളിലേക്ക് ഞാനൊന്ന് വരികയാണ്. സ്തോത്രം. കീ ഉള്ളവൻ്റെ കരത്തിൽ അസാധാരണമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. വിശ്വസിക്കുന്ന ഒരു നാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അന്നേരം ഈ ദർശനത്തോടു കൂടെ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ സഭ വളർന്ന് കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. എല്ലായിടത്തും പോയി ഷെയർ ചെയ്യത്തില്ല, എല്ലായിടത്തും മീറ്റിംഗ് വിളിച്ചാലും പോകത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, കർത്താവിൻ്റെ ദാസനെ അടുത്ത ലെവൽ ഇവിടെ വെളിപ്പെട്ട് വരും. അടുത്ത ലെവല് അക്വിലാവിനെയും പ്രിസ്കില്ലയും പോലെ ചില കുടുംബങ്ങളെ ദൈവം തരും. വിശ്വസിക്കുന്ന ഒരു നാമയം പറഞ്ഞാട്ടെ. അക്വിലാവിനെയും പ്രിസ്കില്ലയും പോലെ ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. എത്ര പേർക്കും നാമയം പറയാൻ പറ്റുന്നുണ്ട്? ദർശനത്തോടുകൂടെ ചലിക്കുന്ന, അഭിഷക്തനോടുകൂടെ ചലിക്കുന്ന, ആമേൻ, ആത്മമണ്ഡലങ്ങളെ കണ്ട് ചലിക്കുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. അങ്ങനെ എഴുന്നേറ്റാൽ സംഭവിക്കുന്ന കാര്യം, പട്ടണങ്ങളെ പിടിക്കാൻ, ദേശങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ അതൊരു കാരണമായി തീരും. ചേർന്നൊന്നാമേൻ പറഞ്ഞാട്ടെ. നോക്കിക്കേ, എഫെസോസിൽ പൗലോസ് എത്തുന്നു. അപ്പൊല്ലോസ് അവിടെ കാലുകുത്തിയതാണ്. പക്ഷെ അപ്പൊല്ലോസിന് കാണാൻ കഴിയാത്ത ഒരു ആത്മതലം പൗലോസ് കണ്ടു. പൗലോസിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് മനസ്സിലാക്കിയപ്പോൾ ആദ്യം മനസ്സിലാക്കിയ കാര്യം, ഈ 12 ചെറുപ്പക്കാരെ പൗലോസ് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? സ്വോത്രം. പണ്ടത്തെയൊക്കെ പിതാക്കന്മാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ പറ്റി, കാണുമ്പോൾ ചോദിക്കും, നീ ആത്മശക്തി പ്രാപിച്ചതാണോ, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണോ? ഇപ്പം ആ ചോദ്യം എല്ലാം പോയി. സ്വോത്രം. എല്ലാ ചോദ്യവും പോയി. ഹല്ലേലൂയ. പണ്ടപ്പച്ചന്മാർ ചോദിക്കുമായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ? പൗലോസ്ലീഹയും അത് തന്നെ ചോദിച്ചു, മക്കളെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ ചോദിച്ചു, ഇത് എന്നാന്ന് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. സ്വോത്രം. ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊന്ന് ഒരാളിലേക്ക് പകരാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം വന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനത്രത്തോളം അതിന് ക്ലാരിറ്റി വരത്തില്ല. ഞാൻ ദൂതന്മാരുടെ ആത്മതലങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, മോനെ ഇത് ദൂതന്മാരുണ്ട്, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട്, അവൻ്റെ കൽപ്പന കേട്ട് പുറപ്പെടും, അത് അപ്പം കൊണ്ട് തരും, വെള്ളം കൊണ്ട് തരും, വഴി തുറക്കും, കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറക്കും, അടിത്തറ ഇളക്കിയിട്ട് പോകും. come on. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരോട് പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. പൗലോസ് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിനാന്ന് പോലും കേട്ടിട്ടില്ല, എന്നതാന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരോട് ചോദിച്ചു, സ്തോത്രം, ഇതാണ് ഇതിൻ്റെ കീ. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ അറിഞ്ഞത് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ചാണ്, അത് മാനസാന്തര സ്നാനമാണ്. പക്ഷേ യേശുവിനെ കുറിച്ചുള്ളതും, അവൻ്റെ പിന്നാലെ വരുന്ന ഒരുവനുണ്ട്, അവൻ്റെ സ്നാനം വെള്ളത്താൽ മാത്രമല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്കും നാമയം പറയാൻ പറ്റുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ നീ ആള് മാറുമെന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു 10 പേര് കൈകോർത്താൽ ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥിതി മാറുമെന്നതിൻ്റെ അർത്ഥം. ആമേൻ പറയാൻ പറ്റുമോ? പൗലോസ് ചോദിച്ചു, നീ പ്രാപിച്ചുവോ? നിങ്ങൾ പ്രാപിച്ചു? ഒരു പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇത് എന്നാണെന്ന് പോലും അറിയത്തില്ല. പൗലോസിന്റെ മറുപടി, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവരുടെ മേൽ കൈവച്ചു, അവർ അന്യഭാഷകളിൽ നിറഞ്ഞു. come on. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടം കൊണ്ട് തീർന്നില്ല, അവർ പ്രവചിച്ചു തുടങ്ങി. ആമേൻ.
ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പോകുക. ഈ സഭയ്ക്കകത്ത് പ്രവാചകന്മാരും പ്രവാചികമാരും എഴുന്നേൽക്കുന്ന സീസണുകളെ വിശ്വസിക്കുന്നവരെന്ന് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ശക്തിയോട് ആമേൻ പറഞ്ഞാട്ടെ. പൗലോസിന്റെ കൈവപ്പിന്റെ അകത്ത് അവരുടെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നടന്നു. അവർ അന്യഭാഷകളിൽ നിറഞ്ഞു. അവിടെ കൊണ്ടും തീർന്നില്ല, അവർ പ്രവചിച്ചു തുടങ്ങി. വെറും 12 പേര്. ഈ 12 പേരെ വെച്ചോണ്ട് എഫെസോസ് പട്ടണത്തിന്റെ അകത്ത് അസാധാരണമായ ചലനങ്ങൾ. എത്ര പേർക്കൊന്ന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? എടാ 12 പേര് മതി, ഉറപ്പോടെ 12 പേര് മതി, 10 പേര് മതി, വേണ്ട 5 പേര് മതി. ഒറ്റക്കെട്ടായി നിന്ന് ദേശത്തിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയാൽ ഞാൻ ഒരു കാര്യം ഉറപ്പു പറയാം, വർഷങ്ങൾ കുടിയിരിക്കുന്ന ചില ശക്തികൾ നിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ അത് വീഴുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പകൽ എനിക്കറിയത്തില്ല, കർത്താവിനോട് പറഞ്ഞു വർഷങ്ങൾ കൂടിയിരിക്കുന്ന ചിലത് ഇന്ന് പകൽ അഭിഷേകത്തിന്റെ മുൻപിൽ വീഴാൻ പോകുന്നു, വീഴാൻ പോകുന്നു. വാണ ചിലത് ഈ പട്ടണത്തിൽ വീഴുന്നു. സഭയ്ക്ക് അതിന്റെ മുകളിൽ ഒരു അധികാരം തരുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അടുത്ത നിലവാരത്തിൽ സഭ വളരുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നാമേ പറഞ്ഞ് സ്വീകരിച്ചു. അഭിഷേകമുള്ള അന്യഭാഷ പറയുന്ന 12 ആത്മതലങ്ങളെ സെൻസ് ചെയ്യുന്ന 10 മതി, കൂടെ നിന്നാൽ മതി. ഭയങ്കര വിടുതല. ചിലതിനൊന്നും കൂടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ആത്മതലങ്ങളെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എന്തോ ലോകത്തിൽ നിൽക്കുക. ചലനം നടക്കുമ്പോൾ അവർക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ അറിയാവുന്ന 10 നിന്നാൽ മതി, നിന്റെ ലെവല് മാറും, പട്ടണത്തിന്റെ സ്ഥിതി മാറും. എത്ര പേർക്കൊന്നും ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ഉറപ്പുള്ള ചിലതിനെ നിർത്തും കർത്താവ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. എൻ്റെ മിനിസ്ട്രിക്കകത്ത് അങ്ങനെയുള്ളത് നിന്നാൽ മതി, അല്ലാത്തെല്ലാം ചെതറിപ്പോണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നിയോഗം മനസ്സിലാക്കി നിൽക്കണം. ചിലത് അഭിഷേകം മനസ്സിലാക്കി നിൽക്കണം. നീ ഇവിടെ കളിക്കാൻ വന്നതല്ല, നീ ഇവിടെ കർത്താവിന്റെ വേല ചെയ്യാൻ വന്നതാണ്. ആത്മതലങ്ങളെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്ന 10 നിന്നാൽ വിടുതൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവര് നാമേൻ പറഞ്ഞേ. കരമുയർത്തി യേശുവിന് സ്തോത്രം ചെയ്തേ. അഭിഷേകമുള്ള 12 പേര് പൗലോസിന്റെ കൂടെ നിന്നു. ആ പട്ടണത്തിന്റെ അകത്ത് ഇന്ന് വരെ കാണാത്ത ചലനം നടന്നു എന്ന് പറഞ്ഞാൽ അഭിഷേകം നിയോഗത്തോടെ അഭിഷേകത്തിന് എഴുന്നേൽക്കുമ്പോ അതിന്റെ കൂടെ നീയും ചലിക്കണം, നീയും ചലിക്കണം. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ചേർന്ന് ആമേൻ പറഞ്ഞേ. കാരണം ഇതൊരു സാധാരണമല്ല. അഭിഷേകം തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇവിടെ നടക്കുന്ന ഒരു ആത്മയുദ്ധമുണ്ട്. ഇന്ന് ഈ കാണുന്ന സ്ഥലത്ത് നമ്മളിവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ആമേൻ, നമ്മൾ കാണാത്ത മണ്ഡലങ്ങളിൽ നടക്കുന്ന ഒരു ആത്മയുദ്ധമുണ്ട്. അത് സെൻസിയിൽ നിൽക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾക്കറിയത്തില്ല, കോടാനുകോടി ദൂതന്മാർ ഇപ്പോൾ ഈ പട്ടണത്തിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞു, ഇറങ്ങിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ പട്ടണത്തിൽ യൗവനക്കാരെ വഴിതിരിച്ചു വിടുന്ന ചില ദുരാത്മ ശക്തികൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ പിടിച്ചു കെട്ടുന്ന പല അപ്പന്മാരുടെ അമ്മമാരുടെ ഉറക്കത്തെ കെടുത്തുന്ന തലമുറകൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അഭിഷേകത്തിലേക്ക് തിരിഞ്ഞു, ദൈവശക്തിയിലേക്ക് തിരിഞ്ഞു, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ മക്കളെ, ചെറിയ രീതിയിൽ നമുക്ക് നിന്നാ പോരാ. ഇന്നലെ കണ്ടില്ലേ വെഞ്ഞാറമൂട് അല്ലേ? 6 പേര് 5 പേര് മരിച്ചു അല്ലേ? സ്തോത്രം. അപ്പനെയും അമ്മനെയും തലയറത്തും ചുറ്റിയേക്കടിച്ചും കമ്പിപടിക്കടിച്ചും കൊല്ലുന്ന തലമുറകൾ, അപ്പനെ അമ്മയുടെ മുമ്പിൽ കഴുത്തറത്ത് മാറ്റിവെക്കുന്ന തലമുറകൾ. ഇന്ന് 100 കണക്കിന് വിഷയങ്ങളാണ് ന്യൂസ് പേപ്പറിലൂടെ നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലകൾ. സ്തോത്രം.
കഴിഞ്ഞ ദിവസം പോലീസിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് റിപ്പോർട്ട് എടുത്തപ്പോൾ വായിക്കുന്നു, തിരുവനന്തപുരം ടൗണിന്റെ അകത്ത് സാത്താനിക് ആരാധനകൾ നമ്മൾ അറിയുന്നില്ല പല സ്ഥലങ്ങളിലും. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നാ പോരാ കേട്ടോ, അഭിഷേകത്തിന്റെ അടുത്ത നിലവാരത്തിൽ ചില പ്രാർത്ഥന ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല, അങ്ങനെ വിചാരിക്കരുത്. ചിലപ്പോൾ അടുത്ത നിലവാരത്തിലുള്ള പ്രയറുകൾ വെളിപ്പെടുമ്പോൾ നീ ആത്മതലത്തെ സെൻസ് ചെയ്ത് അതിന്റെ അകത്തോട്ട് കയറി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൂതന്മാരിറങ്ങി ചില ഏറുകളെ വെട്ടിക്കാൻ. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, എനിക്കറിയത്തില്ല വർഷങ്ങൾ കൂടിയിരിക്കുന്ന ചില ശക്തികൾ ഈ പകൽ അഭിഷേകത്തിന്റെ മുൻപിൽ അത് വീഴുന്ന പകലാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെന്ന് ചേർന്ന് നാമേൻ പറഞ്ഞേ. നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്ന കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത്. വെരി സീരിയസ്, വളരെ സീരിയസ് ആയി നിൽക്കേണ്ട സമയങ്ങളാണ്. വചനം പറയുന്നു അന്ത്യകാലഘട്ടത്തിൽ ദുർഘട സമയങ്ങൾ ഉണ്ടാകും. പക്ഷേ അതേ ടൈം പീരീഡിനെ കുറിച്ച് മറുഭാഗത്ത് പറയുന്നു, അതേ സമയത്താണ് ആത്മാവിന്റെ പകർച്ചകൾ നടക്കുന്നത്. അന്ത്യകാലഘട്ടത്തിൽ ദുർഘട സമയങ്ങൾ സംഭവിക്കും. പക്ഷേ അതേ കാലഘട്ടത്തെ കുറിച്ച് യോവേൽ പ്രവചിച്ചു വെച്ചു. ആമേൻ. അന്ത്യകാലഘട്ടത്തിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അത് മാളിക മുറിയിൽ തുടങ്ങിയത് തീർന്നിട്ടില്ല, ഇന്നും തുടരുകയാണ്. ട്രിവാൻഡ്രം പട്ടണത്തിന്റെ അകത്ത് ഇന്ന് അത് തുടർന്നുകൊണ്ടിരിക്കും. അവിടെ വായിക്കുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പനെ കൊല്ലുന്ന മക്കളല്ല, അമ്മയെ കൊല്ലുന്ന മക്കളല്ല, നമ്മുടെ തലമുറകൾ പ്രവചിക്കും. എത്ര മാതാപിതാക്കളുണ്ട് തന്റെ ഇടത്തോടെ എന്റെ തലമുറ പ്രവചിക്കുന്ന തലമുറയാണെന്ന്. അങ്ങനെ ചാടി ഒന്ന് എഴുന്നേറ്റ് ആ ദൂരെ പിടിക്കുക. യേശുവിന്റെ നിന്റെ തലമുറകൾ പ്രവചിക്കും. ഹല്ലേലൂയ.